ഈ കെജ്രിവാളിനെ വെച്ചുകൊണ്ട് ഇവർ നടക്കാൻ പോയ നാടകം എന്താണെന്ന് നിങ്ങൾക്ക് വല്ല അറിയുമോ? കെജ്രിവാളിന്റെ ഐഫോണിന്റെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഐഫോൺ കെജ്രിവാള് തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇഡിക്ക്. എന്തുകൊണ്ടാ തുറന്നു കൊടുക്കാത്ത? എന്റെ കൈകൾ ഭയങ്കര നിർമ്മല കൈകളാണോ? മറുനാടൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കെജ്രിവാളിനെ വെളുപ്പിക്കാൻ കുറെ പാടുപെടുന്നുണ്ടല്ലോ. എന്തോ വലിയ ആനക്കാര്യം അറിയുന്നത് പോലെ. ആ മറുനാടൻ എന്ന് പറയുന്ന വൃത്തികെട്ടവന് വെറുതെയാണ് ഞാൻ ഈ നിലമ്പൂർ കാക്കയുടെ വിഷയത്തിൽ കയറി അവന് സഹതാപം പ്രകടിപ്പിച്ചെന്ന് എനിക്കിപ്പോ തോന്നുക. വെറുതെ കൊടുത്തു സഹതാപം അവന്. മനസ്സിലായോ? കുറെ ദിവസം അകത്ത് പോയി കിടന്നെങ്കിലും മതിയായിരുന്നു. അവൻ ഇപ്പൊ നാട് മുടിഞ്ഞ് കുട്ടിച്ചോറായി പോകുന്നെന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവനാണ്. ഈ മുഹമ്മദ് പപ്പുമോനും കൂട്ടരും രാജ്യഭരണത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സുഡാപ്പികൾ ഈ രാജ്യത്ത് വേട്ടയാടുമെന്നും സുഡാപ്പികൾ ഈ രാജ്യത്തെ വിഴുങ്ങുമെന്നും അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ആപത്തും അനർത്ഥവും ഒക്കെ വളരെ വ്യക്തമായി അറിയാവുന്നവനാണ് ഈ മറുനാടൻ എന്ന് പറയുന്ന വിവരം കെട്ടവൻ. എന്നിട്ട് പോലും അവൻ കൊങ്ങികൾക്ക് വേണ്ടി പപ്പുമോന് വേണ്ടിയിട്ട് അവൻ ഭയങ്കര ഓട്ടം നടത്തുക ആ വിവരം കെട്ടവൻ. അതുകൊണ്ട് സംഭവിക്കുന്ന ദോഷം എന്താണ്? എത്രയോ പേര് തെറ്റിപ്പോകുകയാണ്. കെജ്രിവാളിനെ അങ്ങ് വെളുപ്പിക്കുക. കെജ്രിവാളിനെ വെച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് ഇവന്മാർ നടത്താൻ ഉദ്ദേശിച്ച കലാപം എന്താണെന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എന്താ BJP സർക്കാരിന് അറിയത്തില്ലേ ഈ സമയത്ത് ഇലക്ഷൻ സമയത്ത് കെജ്രിവാളിനെ അത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കെജ്രിവാളിന് അനുകൂലമായി മാറുമെന്നും അത് മറ്റുള്ളവർക്ക് BJP പാർട്ടിക്ക് അത് കറയായി തീരുമെന്നുമുള്ള കാര്യം BJPക്ക് അറിയത്തില്ലായിരുന്നോ? എന്നിട്ടും എന്തുകൊണ്ട് കൃത്യമായി ഈ സമയത്ത് തന്നെ ഇലക്ഷൻ സമയത്ത് തന്നെ BJP പിടിച്ച് കെജ്രിവാളിനെ പിടിച്ച് അകത്തിടേണ്ട കാര്യം എന്തു വന്നു? അവർക്ക് വോട്ടല്ല വിഷയം ഈ സമയത്ത്. കാരണം ഈ രാജ്യത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി വളരെ വ്യക്തമായും പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് കെജ്രിവാൾ മുന്നോട്ട് പോയത്. പറഞ്ഞ പിടികിട്ടിയോ നിങ്ങൾക്ക്? കെജ്രിവാളിന്റെ ഐഫോൺ തുറന്നു ചോദിക്കാൻ ചോദിച്ചപ്പോഴത്തേക്കും കെജ്രിവാൾ ഐഫോൺ തുറന്നു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അവസാനം അമേരിക്കൻ കമ്പനിയോട് വിളിച്ചു ചോദിച്ചു, ഞങ്ങൾക്ക് ഐഫോൺ തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട്. ഉടനെ അമേരിക്കൻ കമ്പനികൾ പറയുകയാണ്, അമേരിക്കൻ ഐഫോൺ കമ്പനി പറയുകയാണ്, അത് രാജ്യദ്രോഹ കുറ്റം ചെയ്തവനും കൊച്ചുപിള്ളാരെ പീഡിപ്പിച്ചവനും മാത്രമേ ഞങ്ങൾ തുറന്നു കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇന്ത്യക്കകത്തുള്ള ടെക്നീഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് കെജ്രിവാളിന്റെ ഐഫോൺ തുറക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അമേരിക്ക ഐഫോൺ ബ്ലോക്ക് ചെയ്ത് അതിന്റെ ഡാറ്റ മുഴുവനും ഇറേസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. എന്തിനാണ്? ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ലേ ഇത്? ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിനകത്ത് അമേരിക്ക കയറി കൈയടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അമേരിക്ക ഇന്ത്യയുടെ ടെക്നീഷ്യന്മാർ ഐഫോൺ തുറക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് ഡാറ്റ എറേസ് ചെയ്ത് കളയണമെങ്കിൽ ഇനി ഒരിക്കലും അതിനകത്ത് കിടക്കുന്ന ഡാറ്റ പുറത്തു വരത്തില്ല. അങ്ങനെ എറേസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ഐഫോൺ കമ്പനിക്കാർ. എന്തിനാ? ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിനകത്ത് കെജ്രിവാളിനോട് മാത്രം ഇത്ര കൂറന്തനയമാർക്ക്? അപ്പോൾ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയെ നരേന്ദ്രമോദിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ പിടിച്ചടക്കി ഇവമാരുടെ ഇത്താ വരപ്പിക്കാൻ നോക്കിയപ്പം നരേന്ദ്രമോദി വിട്ടുകൊടുക്കില്ലെന്ന് കണ്ടപ്പോൾ ഇന്ത്യയെ സ്വതന്ത്ര രാജ്യമാക്കിക്കൊണ്ട് ഈ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിർത്താൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഇവന്മാരുടെ മുട്ടുകാൽ വിറയ്ക്കാൻ തുടങ്ങി ഇലുമിനാറ്റികളുടെ. അതുകൊണ്ട് അവന്മാർ തന്ത്രപ്രകാരമായിട്ട് കെജ്രിവാളിനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ലതുപോലെ പണം ഇറക്കിയും അല്ലാതെയും ഇന്ത്യക്കകത്ത് അവിടെയും ഇവിടെയുമായി കലാപം അഴിച്ചു വിടുവാനുള്ള ഈ കോൺഗ്രസ് പാർട്ടി ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള സ്റ്റാലിന്റെ പാർട്ടി ആകട്ടെ, ഇവന്മാരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒന്നുണ്ടടാ വിവരം കെട്ടവന്മാരെടാ ഹിന്ദുക്കളെ, ഇനിയെങ്കിലും നീയൊക്കെ തലച്ചോറ് ഉണര്. അവന്മാർ കാത്തിരിക്കുന്ന, അവന്മാർ രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്നവന്മാരാ, നാടിനോട് കൂറില്ല. അവന്മാർക്ക് രാഷ്ട്രീയ പാർട്ടിയും അവർ കുടുംബമായിട്ട് രാഷ്ട്രീയത്തിനകത്ത് കയറി കിടന്നുകൊണ്ട് അതിനകത്ത് കിട്ടുന്ന പണം കൊണ്ട് അടിച്ചു മാറ്റി അവന്മാർക്ക് ജീവിക്കണം എന്നുള്ള മോഹവേ ഉള്ളൂ. രാജ്യത്തെ സംരക്ഷിക്കണമെന്നോ രാജ്യത്തെ പിടിച്ചു നിർത്തണമെന്നോ തീവ്രവാദികളുടെ കയ്യിൽ രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ രാജ്യം സുരക്ഷിതമാക്കണമെന്നുള്ള ചിന്തയൊന്നും ഇവന്മാർക്കില്ല. അതുകൊണ്ട് ഇവന്മാർ മുഴുവനും ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയാമോ? ഇവന്മാർ മുഴുവനും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കലാപം കിട്ടിയാൽ മാത്രം മതി. അതിന്റെ പേരിൽ തീവ്രവാദികൾ ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. തീവ്രവാദികൾ ഏത് നേരവും എന്ത് ചെയ്യും? ഇതിനകത്ത് കയറി കലാപത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും സജ്ജീകരണം. കേരളത്തിൽ ബോംബ് പൊട്ടി, വല്ലവനെ അറിഞ്ഞോ? ഇതിന് വല്ല ചർച്ചയായോ? വിഷയമായോ? വിവരം കെട്ടവന്മാരെ കേരളത്തിന് എന്തിനാണ് ബോംബ് ഉണ്ടാക്കുന്നത്? ആരെ പൊട്ടിച്ചു കൊല്ലാനാ കേരളത്തിൽ ബോംബ് ഉണ്ടാക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷയും സംവിധാനങ്ങളും ഇരിക്കുന്നത് കേന്ദ്ര സർക്കാരും അവരുടെ ആർമിയുടെ കൈകളിലും ഒക്കെയാ. കേരളത്തിനകത്ത് എന്തിനാ ബോംബ് ഉണ്ടാക്കുന്നത്? ആരെ പൊട്ടിച്ചു കൊല്ലാനാ? ഇതുപോലെ കേരളത്തിൽ പൊട്ടിയത് ഒരിടത്തും മാത്രം. അപ്പൊ എത്രയിടങ്ങൾ അറിയാതെയും ഒളിച്ചും പാത്തും ബോംബ് സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടി ബോംബുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചർച്ചയാകത്തില്ല അല്ലേ കേരളത്തിലിതൊന്നും? ചർച്ച. ഒരു ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ബോംബ് പൊട്ടിയപ്പോൾ ഇതൊന്നും ചർച്ചയില്ല. ബോംബുകൾ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക.
കേരളത്തിൽ ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെയൊക്കെ അമ്മയും മക്കളെയും സഹോദരങ്ങളെ എല്ലാം ഒരു ചെറിയ കലാപം കാത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും. ഉമർക്ക് രാജ്യത്തോടല്ലടാ ഊറ് വിവരം കെട്ടവന്മാരെ, തലച്ചോറ് ഉണരടാ. എത്രയൊക്കെയാടാ നിന്നോട് പറഞ്ഞു തരും നിന്നൊക്കെ. ബിനു ജോർജ്, എടാ വിവരം കെട്ടവനെ, നിന്റെ അമ്മയെ കൊണ്ടുപോയി വല്ലവനും ഭോഗിക്കുമ്പോ നീയൊക്കെ ഇതൊക്കെ സംസാരിക്കണോടാ ചെറ്റേ. എടാ തന്തയ്ക്ക് പറയ്ക്കാത്തവനെ, നിന്റെ അമ്മ വല്ല കള്ള പിടിക്കുവാ നിന്നെ ഉണ്ടാക്കിയെങ്കിൽ ആ സൂക്കേട് തീർക്കേണ്ടത് എന്റെ പേജിൽ വന്നിട്ടല്ലടാ വിവരം കെട്ടവനെ. യേശുവിന്റെ പേരും പറഞ്ഞ് സംഖ്യകൾക്ക് വോട്ട് പിടിക്കുന്നു, നാണം കെട്ട നാറിക്കുണ്ടാവൻ. എടാ തന്തയ്ക്ക് തള്ളയ്ക്കും പിറന്നവനാണെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കൂടാ ചെറ്റേ ബിനു ജോർജെ. എടാ ഞാൻ സംഖ്യക്ക് വോട്ട് പിടിക്കുകയാണോ വിവരം കെട്ട നാറിക്കുണ്ടായവനെ. എടാ പല വെടിക്കാണ് പല തന്തയ്ക്കാണ് നിന്റെ തണ്ട നിന്നെ ഉണ്ടാക്കിയിട്ട് എന്റെ കൂറാ നീ ഇപ്പൊ വന്ന് കമന്റ് ബോക്സിനകത്ത് എഴുതിക്കൊണ്ടുപോയത്. വിവരം കെട്ടവനെ, ലോകത്ത് നടക്കുന്ന ആപത്തിനെ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നീ വീണ്ടും സംഖ്യയുടെ തലയെ കൊണ്ട് വെക്കേണ്ട കാര്യം എന്തിരിക്കട ചെറ്റേ. എടാ അലിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. നിന്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് തീവ്രവാദികൾ നാട്ടിൽ ഘോരം വിളിച്ചു കൂവിയപ്പോഴത്തേക്കും BJP സർക്കാരാടാ ഇന്ന് പിടിച്ച് അവന്മാരെ പിടിച്ച് തീഹാർ ജയിലിട്ടിരിക്കുന്ന ചെറ്റേ. ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ അരിയും മലരും കണ്ടേരാടാ ചെറ്റേ. എടാ നിന്റെ വീട്ടിൽ കുന്തിരിക്ക ഇരുന്ന് പുകച്ചേനെ. നിന്റെ അമ്മയെ കയറി വല്ല സുഡാപ്പിയും കയറി എന്ത് ചെയ്തന്നെ ബലാത്സംഗം ചെയ്തിട്ട് പോയേനെ. നിന്റെ ഭാര്യയും നിന്റെ മോളെയും കയറി ബലാത്സംഗത്തിൽ ഉണ്ടാക്കിയിട്ട് പോയേനെ വിവരം കെട്ട നാറിക്കുണ്ടായവനെ. അവൻ ഇപ്പോഴും രാഷ്ട്രീയം പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആപത്തും വലിയ അനർത്ഥവും ലോകത്ത് വരാൻ പോയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിനക്കൊക്കെ മുറിപ്പത് എന്ത് പറയും, തീട്ടം വാരി നിന്റെയൊക്കെ മുഖത്തടിച്ച് സംസാരിക്കേണ്ടതാ. നിന്റെയൊക്കെ മുഖത്തടിച്ച് സംസാരിക്കണം. തീട്ടം വാരിയാ നിന്നെയൊക്കെ അടിച്ച് സംസാരിക്കേണ്ട ചേറ്റകളെ, കൂട്ടിക്കൊടുപ്പുകാരന്മാര്. രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും അവന്റെ ഒടുക്കത്തെ സംഖ്യയും കമ്മിയും കൊങ്ങിയുമായിട്ടുള്ള ഇതുകൊണ്ട്. എടാ ചെറ്റയ്ക്കുണ്ടായവനെ, എടാ ഇസ്രായേലിൽ കയറി കൊച്ചു കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തുകൊണ്ടുപോയപ്പോ നിന്റെ കൊങ്ങിയും നിന്റെ കമ്മിയും കയറിയിട്ടല്ലടാ വിവരം കെട്ടവനെ. ഇസ്രായേലിലുള്ള ഹമാസ് തീവ്രവാദികളെ അവന്മാര് പോരാളികളെന്ന് വിളിച്ചത് പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു. അപ്പൊ നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ കടന്നു കൊടുക്കുമ്പോഴത്തേക്ക് നീ കണ്ടിരുന്ന് രസിക്കൂടാ ചേറ്റേ. എടാ നിന്റെ അമ്മയെ കയറി ഭോഗിക്കുമ്പോഴത്തേക്കും നീ ഇത് തന്നെ കണ്ടിരുന്ന് രസിക്കൂ. കമ്മികളും കൊങ്ങികളും ആ പോരാട്ടം പോരാട്ടം എന്ന് പറയുമ്പോഴത്തേക്കും നീ ഇരുന്നിട്ട് ഹാ എന്റെ അമ്മയെ ഭോഗിച്ചത് പോരാട്ടമേ എന്ന് പറഞ്ഞിട്ട് ഉമാർക്ക് കുഴലൂതി കൊടുക്കുവോ ചേറ്റേ. വന്നിരിക്കുന്നു നാറിക്കുണ്ടായവൻ ഇപ്പോഴും സംഖ്യയ്ക്ക് വേണ്ടി, യേശുവിന്റെ പേരിൽ സംഖ്യയ്ക്ക് വേണ്ടി, യേശുവിന്റെ പേരിൽ സംഖ്യയ്ക്ക് വേണ്ടിയിട്ടല്ലടാ. എടാ സംഖ്യകളാടാ ഇന്ന് യേശുവിന്റെ കൂടെ നിൽക്കുന്നത്. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞെന്നറിയാമോ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ എന്റെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹിക്കുന്നവരുടെ കൂടെ എന്റെ അപ്പനുണ്ടെങ്കിൽ അവരുടെ ഒപ്പമാടാ ഞാൻ സംഖ്യ തന്നെയാടാ. എന്റെ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അങ്ങ് സംഖ്യയാണെന്നങ്ങ് കൂട്ടിക്കോ. ഞാൻ സംഖ്യ തന്നെയാ, സമ്മതിച്ചു. ഇപ്പൊ എന്തേ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ചൊറിച്ചിലുണ്ടോ നിനക്ക്? സംഖ്യക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന പോലെ സംഖ്യകൾ. എടാ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ചെറ്റകളായ നിനക്ക് യഹൂദന്മാരോട് സ്നേഹമില്ല. നീ യേശു യേശു എന്ന് വിളിച്ചു നടക്കുന്ന ഈ ദൈവത്തോടും ആ ജനത്തോടും നിനക്ക് കൂറില്ല. സംഖ്യകൾ ആ കൂറ് കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടാ കൂറ്, അങ്ങ് ഇരിക്കട്ടെ. വിവരം കെട്ടവനെ, അവൻ സംഖ്യക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുക. സംഖ്യക്ക് വോട്ട് പിടിക്കാൻ നോക്കുന്ന പോലെ. സംഖ്യക്ക് വോട്ട് പിടിച്ചില്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ കയറി കുന്തിരിക്കുമൊക്കെ കത്തിക്കേണ്ട ഗതികേട് വരും ചെറ്റകളെ. സംഖ്യക്ക് വോട്ട് പിടിച്ചില്ലെങ്കിൽ പിടികിട്ടിയോ? സംഖ്യക്ക് വോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ കയറി കുന്തിരിക്കം പോയിക്കേണ്ടി വരും. നിന്റെ അമ്മയും നിന്റെ മോളും ഇസ്രായേലിൽ പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടതുപോലെ മലന്ന് കടന്ന് കൊടുക്കേണ്ടി വരും. തുർക്കി ഇസ്ലാമിക ഖിലാഫറ്റ് 1920 ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി തകർത്തെറിയപ്പെട്ടപ്പോഴത്തേക്കും നാട്ടില് ക്രിസ്ത്യൻ പെൺകുട്ടികളും ക്രിസ്ത്യൻ സ്ത്രീകളും ഹിന്ദു സ്ത്രീകളുമാണ് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടത്. ഭാര്യയും കുന്നനും അവന്റെ കൂട്ടരും കൂടി ചേർന്ന് ബലാത്സംഗത്തിന് ഇരയാക്കിയത് ആരെയാടാ? ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയുമാ. തലയറുത്തുകൊണ്ട് ആലത്തൂരിലെ കിണറിൽ കൊണ്ട് കുഴിച്ചിട്ടത് വെട്ടിമൂടിയത് ആരെയാടാ? ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും തലകളെയാ. വിവരം കെട്ടവനെ.